ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഓണം സ്പെഷ്യൽ ഒരു പായസമാണ്, കാരമൽ വൈറ്റ് ചോക്ലേറ്റ് പാലട പായസം. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉരുളിയിലാണ് പായസം തയ്യാറാക്കാൻ പോണത്. 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് ഓൾറെഡി തിളപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. അപ്പോൾ ഇനി ഇതിലോട്ട് അട ചേർത്ത് കൊടുക്കാം. ഞാൻ അരക്കപ്പ് അരിയടയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ അടയാണ്, അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ അട ആദ്യം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം ഒരു 2 കപ്പ് നല്ല തിളച്ച വെള്ളത്തിൽ ഒരു അരമണിക്കൂർ നേരം കുതിർത്തിയെടുക്കുക. അപ്പോൾ അങ്ങനെ കുതിർത്തി ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുള്ള അടയാണ്. ഇത് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അട ഈ പാലിൽ ഇടുന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഈ പാലെല്ലാം സൈഡിൽ നിന്നെല്ലാം ഇളക്കി ഇതിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ അട വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. കാരമലൈസ് ചെയ്യാനായിട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് മിൽക്ക് മെയ്ഡും 50 ഗ്രാം വൈറ്റ് ചോക്ലേറ്റും കൂടെ ചേർത്ത് കാരമൽ വൈറ്റ് ചോക്ലേറ്റ് തയ്യാറാക്കാം. അപ്പോൾ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം നല്ല ലോ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പഞ്ചസാര ഈ പാൻ വെച്ച് തന്നെ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആദ്യമേ സ്പാറ്റിൽ അല്ലെങ്കിൽ കയ്യിൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചസാര പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. പിന്നെ ഇത് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് കൂടുതൽ സമയം എടുക്കേണ്ടി വരും. അതുകൊണ്ട് പാൻ വെച്ച് തന്നെ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്തിട്ട് പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ മെൽറ്റ് ആവാത്ത ഭാഗം ഫ്ലെയിമിലോട്ട് പാൻ തിരിച്ചു വെച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യമേ മെൽറ്റ് ആയതൊക്കെ പെട്ടെന്ന് കരിയാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു കൈപ്രസ്സായിരിക്കും. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ പഞ്ചസാര എല്ലാം ഓൾമോസ്റ്റ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ചസാര ഒന്ന് കട്ടാവും. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ചൂടാവുന്നതിനനുസരിച്ചിട്ട് ഇത് മെൽറ്റായി വരും. ഇനി വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിത് മെൽറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചെറിയ പീസായിട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ പീസായിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ഇതിൽ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് എല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റും അതുപോലെ മിൽക്ക് മെയ്ഡും എല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കാരമൽ വൈറ്റ് ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അട വെന്തോ നോക്കാം. ഇപ്പോൾ പാലെല്ലാം കുറുകി അട പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള കാരമൽ വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ അടയിലേക്ക് നന്നായിട്ട് ഈ ഒരു മധുരം പിടിക്കാനായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു മീഡിയം സ്വീറ്റ്നെസ് ഉണ്ട്. ഇനി കൂടുതൽ മധുരം താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ ഷുഗർ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. ഇനി നിങ്ങൾക്ക് ഒരു നല്ല ഫ്ലേവറിനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഏലക്കായ പൊടിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല. ഇപ്പോൾ പായസം പാകത്തിന് കുറുകി പതച്ച് വരാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് ഇരിക്കുമ്പോൾ ഒന്നും കൂടി കുറുകി വരും. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ടൊരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് ഗീ അല്ലെങ്കിൽ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു 1.5 ടീസ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റായി വരുമ്പോൾ മുന്തിരി ചേർത്ത് കൊടുക്കാം. വറുത്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഈ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ കാരമൽ വൈറ്റ് ചോക്ലേറ്റ് പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ ചൂടോടെ അല്ലെങ്കിൽ തണുപ്പിച്ചോ കഴിക്കാം. ഇതിനൊരു പിങ്ക് പായസത്തിൻ്റെ കളറാണ്. ടോഫിയുടെയും വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഒക്കെ ഫ്ലേവർ വരുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഈ ഒരു പായസം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഞങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. വേറെ 2 ഓണം റെസിപ്പീസ് ഇതിന് മുന്നേ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ഇഞ്ചിക്കറി അതുപോലെ വെള്ളരിക്ക പച്ചടി. 2ൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ നോട്ടിഫിക്കേഷനായിട്ട് എനേബിൾ ചെയ്യുക. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.